ജനനീഗതിമാപൂതനാസാ സ്തനദാനാൽ ഭവതേ മുകുന്ദമൂർത്തേ കിമു ഗോകുലമാദരശഗാവ തവ വക്താസ്വദിതസ്തനാതിശുദ്ധ. ഹേ മോക്ഷദായകനായ ഭഗവാനെ, ആ പൂതന അങ്ങയ്ക്ക് സ്തനദാനം ചെയ്യുകയാൽ അമ്മയുടെ ഗതിയെ പ്രാപിച്ചു. അങ്ങയാൽ ആസ്വദിക്കപ്പെട്ട സ്തനങ്ങളോടെ അതിശുദ്ധകളായി തീർന്ന ഗോകുലമാതാക്കളുടെയും പശുക്കളുടെയും കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ? പൂതന സദ്ഗതിയെ പ്രാപിച്ചു. പൂതനയ്ക്ക് മോക്ഷമാണ് ഭഗവാൻ നൽകിയത്. പ്രേമധന്യകളായ അമ്മമാർക്ക് തുല്യമായ ഗതി നേടാൻ അവൾക്ക് സാധിച്ചു. വിദ്വേഷഭാവത്തിൽ വിഷസ്തനം നൽകിയിട്ട് പോലും സദ്ഗതി പ്രാപിച്ചുവെങ്കിൽ ഭഗവാനെ, സ്തന്യപാനം ചെയ്യിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഗോകുലമാതാക്കളുടെയും പശുക്കളുടെയും കഥ പറയേണ്ടതില്ലല്ലോ. അവർക്കും സദ്ഗതി തന്നെയാണ് ലഭിക്കുക എന്ന് വ്യക്തം. വത്സസ്തയ കഥയിൽ ഗോപബാലന്മാരും പശുക്കുട്ടികളും ആയി മാറിയ ഭഗവാൻ പശുക്കളുടെയും ഗോകുലമാതാക്കളുടെയും സ്തന്യം പാനം ചെയ്യുന്നുണ്ടല്ലോ. മോക്ഷദായകൻ എന്ന അർത്ഥത്തിലാണ് മുകുന്ദമൂർത്തയെ എന്ന് സംബോധന ചെയ്തിട്ടുള്ളത്. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.